ബസ്സിലെ ഡ്രൈവേഴ്സിന്റെ വിചാരം ആക്സിലേറ്റർ ചവിട്ടുന്ന അതേപോലെ തന്നെ കൈ എവിടെ വെക്കണം എന്നാ, ഫോണിൽ വെക്കണം എന്നാ. ബസ്സുകാരൊക്കെ എന്താ പറയാ, വണ്ടി ഓടിക്കല്ല, വണ്ടി പറക്കുക. നമ്മള് എടുത്തുകൂടെ ഇങ്ങനെ ഒരച്ചിട്ടേക്കായിരിക്കും പോവുക. ഈ പാവപ്പെട്ടവരെ ജീവന് ഒരു വില കൽപ്പിക്കേണ്ടവര്. ബസ്സുകാർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് ബസ്സുകാരെ കൊണ്ടുണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ റോട്ടുമിൽ ഇല്ലാത്ത രീതിയിലാണ് ഒരു ഐ ഗെസ് മോസ്റ്റ് ഓഫ് ദം തിങ്ക് ദാറ്റ് ദേ ഓൺ ദ റോഡ്. അങ്ങനെയാണ് അവര് മോസ്റ്റ്ലി പോകുന്നത്. ആ ചിന്ത ഒരിക്കലും നല്ല. കാരണം വെച്ചാൽ ബസ്സുകാർക്ക് മാത്രമായിട്ട് ഒരു റോഡ് നമുക്ക് സർക്കാർ തന്നില്ല. എല്ലാ വാഹനം കടന്നു പോകണം. അതെന്ത് ചെയ്യാം? അപ്പം ഈ സമയത്ത് കൊണ്ട് വാഹനത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു മുൻഗണന നമ്മൾ കൊടുക്കുക. Now all the four-wheelers are air conditioned. Why this bus driver cabin? Why that cannot be air conditioned? കാറായാലും ബൈക്കായാലും എന്തായാലും അടുക്കൂടി വണ്ടി പഠിച്ചു. അത് അവർക്ക് നമുക്ക് സമയമുണ്ട്. നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാലും നമുക്കത് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പോയാൽ. പക്ഷെ അത് ബസ്സിനല്ല, സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അത് നല്ലൊരു മനോഭാവമാണ്. നമ്മളെ നെഞ്ഞത്തൂടെ കയറ്റിട്ട് അങ്ങോട്ട് പോകാലോ. അല്ല, ഒപ്പീനിയൻ ഒരു കാരണവശാലും ശരിയല്ല. ഈ ബസ്സുകാർക്കുള്ള അതേപോലെ തന്നെ ഈക്വലി ടൈമിന് നമുക്ക് എത്തേണ്ടതുണ്ട്. ഇതിനാരെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ബസ്സിന്റെ പേരിൽ നടപടി എടുക്കാൻ ഒരു അധികാരികളും തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് വലിയൊരു ലോബിയാണ്. കേട്ടല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുന്ന അവരുടെ വ്യൂസാണ്. പക്ഷേ നമുക്കിങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നോക്കണ്ടേ.